ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഞാൻ എന്താ കാണിക്കുന്നത് അറിയാം. അപ്പോൾ ഞങ്ങൾ മുഹറം മാസത്തിൻ്റെ നോമ്പിൻ്റെയാണ് കാണിക്കുന്നത്. ഞാൻ ഈവനിങ്ങിലെയാണ് കാണിക്കുന്നത്. നോമ്പ് തുറയും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടി സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിലോട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ നോമ്പ് തുറക്കുന്ന കാര്യങ്ങളും ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെക്കുന്നു, അതേപോലുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം മിസ് ചെയ്യാതെ കാണണേ. അങ്ങനെ ഞാൻ ഫ്രൂട്ട്സും സ്നാക്സും എല്ലാം കൊണ്ടുവച്ച് ഇന്നൊന്നും ഉണ്ടാക്കില്ല, നോമ്പായതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അങ്ങനെ വാട്ടർമെലൻ കട്ട് ചെയ്ത് ഫ്രീസറിലോട്ട് കൊണ്ടുവെക്കുകയാണ് പെട്ടെന്ന് തണുക്കാൻ വേണ്ടി കേട്ടോ. അതിന് ശേഷം പിന്നെ പീറില്ലേ, അപ്പം പീറും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പീറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് എല്ലാം കഴുകി വൃത്തിയാക്കി പീറൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. അമ്മുവും ഞാനും അക്കും എല്ലാം മുഹറത്തിലെ നോമ്പാണ് കേട്ടോ. പിന്നെ വാട്ടർമെലനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇന്ന് എനിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണ്. കാരണം നമുക്ക് 30 ദിവസം നോമ്പ് എടുക്കുമ്പം ക്ഷീണമൊന്നും തോന്നിക്കത്തില്ല. ഇടയ്ക്ക് നോമ്പ് എടുക്കുമ്പോൾ ഭയങ്കര ടയേർഡായി, ഭയങ്കര ക്ഷീണമാണ് അല്ലേ. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടോ. പിന്നെ പായസമൊക്കെ ഉണ്ടാക്കി, സേമിയ പായസം. കാരണം നമ്മൾ യാസീനൊക്കെ ഓതി ദുആ ഒക്കെ ചെയ്യുമ്പോൾ ഒരു മധുരപലഹാരം വേണമല്ലോ എന്ന് വിചാരിച്ച് സേമിയ ഒക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ചട്നി ഉണ്ടാക്കി. എന്തിനാണെന്നറിയോ, നമ്മൾ സ്നാക്സിനൂടെ കഴിക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് സ്നാക്സ് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന സ്നാക്സാണിത്. ഉഴുന്നുവട, അതുപോലെ തന്നെ പരിപ്പ് വട, പിന്നെ കാബജി, ഇതൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കും അക്കുനും അമ്മുനും മാത്രം മതിയല്ലോ. അപ്പോൾ ഞങ്ങൾ ഇത് നോമ്പ് തുറക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ ടേബിളിൻ്റെ പുറത്ത് കൊണ്ട് വെക്കുകയാണ് കേട്ടോ. ടേബിളിൻ്റെ പുറത്തെല്ലാം കൊണ്ടുവച്ചിട്ട് വേണം അക്കുനെയും അമ്മുനെയും വിളിക്കാൻ വേണ്ടി നോമ്പ് തുറക്കാൻ. അങ്ങനെ സ്നാക്സും പിന്നെ ബിരിയാണിയും കുറച്ചുണ്ടായിരുന്നു കേട്ടോ, കുറച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മുനാണെങ്കിൽ ഈ ഗോൾഡ് സോഡ വേണമെന്നുണ്ട് അമ്മു കടയിൽ നിന്നൊരു ഗോൾഡ് സോഡ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ ബിരിയാണിയും കുറച്ച് ഞാൻ ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മസാല ദോശ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ആര്യാസിന്ന്. പിന്നെ ഇത് ഇന്നലത്തെ ബർത്ത്ഡേ കേക്കാണ്. ആ കേക്ക് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മസാല ദോശ നമ്മൾ ആര്യാസിന്ന് ഓർഡർ ചെയ്തതാണ്. അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും വേണ്ടാന്ന് വിചാരിച്ച്, ബിരിയാണിയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അക്കോ അമ്മു ഞാനും കൂടെ മഗ്രിബിന് സമയമായപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് അൽഹംദുലില്ലാ റാഹത്തായി. പിന്നെ മക്കൾക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അവർ പോയി പഠിക്കാൻ പോകണം. അന്നേരം ബാപ്പായും ഇക്കായും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാപ്പായും ഇക്കായും പുറത്ത് പോയതായിരുന്നു. അങ്ങനെ പോയിട്ട് അവർ രണ്ടും കൂടെ വന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നത്. ബൈ ബൈ, താങ്ക് യു.